നിന്നെ മഹത്വപ്പെടുത്താൻ അല്ലാഹു അക്ബർ ആണെന്ന് പറയാൻ വേറെ എവിടെയും പോവേണ്ടതില്ല. ഇത് ബോധ്യപ്പെട്ട ഒരാളുടെ ഒരു പ്രാർത്ഥനയാണ് എന്ത്? സുബ്ഹാനക്, അല്ലാഹുവേ ഞാൻ നിന്നെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. വഖിനാ അദാബന്നാർ, ഇതൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നീ അവിടെ നരകമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിഷേധിക്കപ്പെടുന്ന, തൗഹീദ് നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അതിൽ ചെന്ന് പതിക്കുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ഞങ്ങൾക്ക് ഭൂമി ലോകത്ത് ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങളിലുണ്ട്. അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഇനി ഞങ്ങളെ കാക്കണേ എന്നുള്ള പ്രാർത്ഥന ഇതുമായി ബന്ധപ്പെട്ട് അവന് വരും. അത് വരണം. അവിടെയാണ് അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുക. ഈ തിരിച്ചറിവിനാണ് നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ ദിക്ർ, ഓർമ്മ. എവിടെയൊക്കെയാണ് ദിക്ർ ഉണ്ടാവേണ്ടത്? ദിക്ർ നാവിലുണ്ടാവണം. അതിന്റെ മുമ്പ് എവിടെ ഉണ്ടാവണം? ദിക്ർ മനസ്സിലുണ്ടാവണം. ദിക്ർ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാവണം. അവന്റെ കച്ചവടത്തിൽ ഉണ്ടാവണം, അവന്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവണം, അവന്റെ അയൽപ്പക്ക ബന്ധത്തിൽ ഉണ്ടാവണം. അവന്റെ എല്ലാ ഇടപാടിലും എന്ത് വേണം? ദിക്റുള്ള, അള്ളാന്റെ ദിക്ർ വേണം. നമ്മൾ മനസ്സിലാക്കി ദിക്ർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഫത്തിമി സ്വലാത്ത ലിദിക്രി, എന്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരം നിലനിർത്തണം. അത് നിസ്കാരത്തിൽ ഉണ്ടാവേണ്ട ദിക്റാണ്. അതേമാതിരി അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാല് ഭൂമിയിൽ വ്യാപകമായിക്കോളി. എന്തിന്? അള്ളാന്റെ ഫദ്ല് തേടിക്കൊണ്ട് ഉപജീവനത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ വ്യാപകമായിക്കോളി. എന്നിട്ടല്ല പറഞ്ഞു വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അധികരിച്ച് ഓർക്കണം. ഇപ്പൊ നിസ്കാരത്തിൽ നിങ്ങൾ ഓർത്ത് പോരാ, അത്ര പോരാ. കാരണം എന്താ? നിസ്കാരം നിങ്ങൾ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി മാത്രം നിന്നതാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ പോണേ? കച്ചവടത്തിനാ പോണത്. അവിടെ നിങ്ങൾ അള്ളാഹുവിന് നിരക്കാത്ത സംഗതികൾ ചെയ്യാൻ പാടില്ല. ഉപജീവനം തേടിക്കൊണ്ടിറങ്ങാണ്. ജോലിക്ക് പോകാതെ പോയി ഒപ്പിടുകയാണ്. കച്ചവടത്തിന് ഇല്ലാത്ത മഹത്വം പറഞ്ഞു വിൽക്കുകയാണ്. അവിടെ അള്ള പറഞ്ഞു, ഉപജീവനം തേടുമ്പോ നിങ്ങൾ നിസ്കാരത്തിലുള്ള അത്ര ദിക്ർ പോരാ, അത്ര ശ്രദ്ധ പോരാ. വദ്കുറുല്ലാഹ കസീറ, അധികമായിട്ട് അള്ളാനെ ഓർക്കണം. അപ്പൊ എപ്പോഴാണ് അള്ളാനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു മനുഷ്യൻ അള്ളാനെ മാറ്റി വെക്കാൻ പറ്റുക? ഒരു സമയത്തും പറ്റൂല. ഭാര്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, ബാത്റൂമിക്ക് കയറുമ്പോ, ഇറങ്ങുമ്പോ, വെള്ളം കുടിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, എപ്പോഴാണ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അള്ളാനെ മാറ്റിവെക്കാൻ പറ്റുക? ഒരു നല്ല ജോലി കിട്ടുമ്പോ, മക്കളുണ്ടാകുമ്പോ, വീടുണ്ടാകുമ്പോ, എന്ത് വന്നാലും അള്ളാന്റെ ദിക്റിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനേ കഴിയൂല. എല്ലാ ഇബാദത്തിന്റെയും പരിസമാപ്തി പറയുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ അധികമായി ഓർക്കണം. അതാണ് ദിക്റുള്ള, അള്ളാനുള്ള ഓർമ്മ. അതാണ്. അതിനെന്ത് വേണം? ആദ്യം മനസ്സ് പാകപ്പെടണം. ആ ദിക്ർ ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. രണ്ടാമത്തത്, ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകളൊക്കെ നാവിലൂടെ ഓരോ സമയബന്ധിതമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സമയവും, ആ റസൂലുള്ള പറഞ്ഞ എണ്ണവും, ആ റസൂലുള്ള പറഞ്ഞ മഹത്വവും അല്ലാതെ അതിനൊന്നും കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് എന്ന് നിസ്കാരത്തിന്റെ ശേഷം 33 തവണ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊഴിഞ്ഞിരിക്കുകയാണ്, ഹറമിലാണ് ഇരിക്കുന്നത്, ആ നിസ്കാരത്തിന്റെ ശേഷം ഞാൻ 100 വട്ടം പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയേണ്ടത് 33 വട്ടമാണെന്ന് റസൂലുള്ള കൃത്യമായിട്ട് കാണിച്ചു തന്നതാണ്. ആ 33 കഴിഞ്ഞ് അതിന്റെ പൂർത്തീകരണം കഴിഞ്ഞിട്ട് നിങ്ങൾ 100 അല്ല 200 ചൊല്ലിക്കോ, ഒരു കുഴപ്പമില്ല. അവിടെയാണ് എണ്ണം പറയാതെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകൾ. അതിൽപ്പെട്ടതാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 13 വൈകുന്നേരം വരെ, അയ്യാമുത്ത ശരീക്കിന്റെ അവസാനം വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് ചൊല്ലാൻ പറഞ്ഞ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പള്ളിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ലിഫ്റ്റിൽ കയറുമ്പോഴും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഓർമ്മ. ആ ഓർമ്മ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ചെല്ലാൻ പറ്റുക. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്മീദി വത്തക്ബീരി വത്തഹ്ലീൽ.
നിങ്ങൾ അധികരിപ്പിക്കണം. എന്ത്? ഈ 10 ദിവസം നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മിന തഹ്മീദി അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, വത്തക്ബീരി അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, വത്തഹ്ലീലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 പദത്തെ പോലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പദവുമില്ല എന്ന് മറ്റൊരു ഹദീസിൽ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മള് ദിക്റുകളിൽ നിന്ന് ഒരുപാട് ദിക്റുകൾ രാജ്യത്തിറങ്ങിയപ്പോ മുജാഹിദുകളായ നമ്മള് മൊത്തം എന്ത് ചെയ്ത് എല്ലാം ബിദ്അത്തുകളാണെന്ന് നിലക്ക് മാറ്റിവെച്ചപ്പോ ഒരുപാട് പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകളും ദുആകളും അദ്കാറുകളും മൊത്തം മാറിപ്പോയോ എന്ന് സംശയിക്കണം. ചിലപ്പോ സംശയിക്കണം. 33 ഏട് കണ്ട് പരിചയമുള്ള ആളുകളായിരുന്നു പ്രായമുള്ള 50 വയസ്സായ ആളുകളൊക്കെ. 13 പിന്നെ 33 പിന്നെ 313 അങ്ങനെ കുതിച്ചുയരാൻ തുടങ്ങിയപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇതൊക്കെ അപകടമാണ്. 9999 എത്തി നിൽക്കുന്നു. പലതും കെട്ടുകഥകളാണ്, ഒരുപാട് ഇല്ലാത്ത ദിക്റുകളാണ്, അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ദിക്റുകൾ. പൂർണ്ണമായിട്ടും അത് മാറ്റിയേ പറ്റൂ. പക്ഷെ പ്രവാചകൻ നിത്യജീവിതത്തിൽ പഠിപ്പിച്ച ദിക്റുകളുണ്ട്, ഓരോ ദിവസത്തിന് പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ദിക്റുകളുണ്ട്, രാവിലെ പഠിപ്പിച്ച ദിക്റുണ്ട്, വൈകുന്നേരം പഠിപ്പിച്ച ദിക്റുണ്ട്. അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് 3 തവണ പ്രഭാതത്തിലും 3 തവണ പ്രദോഷത്തിലും പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ അല്ലാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും നമ്മളെ പഠിപ്പിച്ചു.